നമസ്തേ മിത്രങ്ങളെ. പലപ്പോഴും നമ്മൾക്ക് തോന്നാറുള്ള ഒരു തോന്നലാണ്, കണക്കറ്റ് ഞാൻ ഭഗവതിയെയും ഭഗവാനെയും വിളിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നതേയില്ല. പരാതി നമ്മളെപ്പോഴും പറയും. എന്തുകൊണ്ടാണ് ഈശ്വര കടാക്ഷം നമ്മിലേക്ക് എത്താത്തത് എന്ന്, അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്ന മാത്രയിൽ, അതുമല്ല എങ്കിൽ നമ്മൾക്കൊരു സങ്കടം വരുന്ന അതേ നിമിഷം തന്നെ സർവേശ്വരൻ ഓടിയെത്തണം, എന്നെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുക സ്വാഭാവികം. പക്ഷേ അതിനതൊക്കെ യോഗ്യത ഞാൻ നേടിയിട്ടുണ്ടോ എന്നറിയണ്ടേ? എന്നെ ഒരാൾ സഹായിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ, എൻ്റെ സഹായം നേടുവാൻ അയാൾ യോഗ്യനാണ് എന്ന ബോധം വരാതെ ഞാൻ ഒരാളെ സഹായിക്കുമോ? ഇല്ല. അപ്പോൾ എനിക്കൊരാളെ സഹായിക്കണമെങ്കിൽ അതൊരു സൽബുദ്ധിയുള്ളവനാണെങ്കിൽ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണെങ്കിൽ, അധാർമികമായ ചിന്തയില്ലെങ്കിൽ, അവൻ ശരിയായ അർഹനാണെങ്കിൽ, തീർച്ചയായും എന്നെക്കൊണ്ട് കഴിയാത്ത സഹായവും മറ്റു പലരിൽ നിന്ന് ഞാൻ കടം വാങ്ങി അവന് കൊടുക്കും. ഇതുതന്നെയായിരിക്കാം ഈശ്വര തത്വവും. ഈശ്വരൻ്റെ കടാക്ഷം കിട്ടുവാൻ നമ്മുടെ പ്രവൃത്തികൾ എപ്പോഴും ശുദ്ധമാകേണ്ടതുണ്ട്. സങ്കടങ്ങളും നഷ്ടങ്ങളും എത്തുമ്പോഴാണ് നമ്മൾ ഈശ്വര കടാക്ഷത്തെപ്പറ്റി ചിന്തിക്കുന്നതും നമ്മൾ ഇന്ന് എത്തപ്പെട്ടിരിക്കുന്ന ആ തലത്തെപ്പറ്റി ബോധവാന്മാരാകുന്നതും. ഒരു പക്ഷേ നമ്മുടെ തന്നെ അധാർമികവും അശ്രദ്ധേയമായിരിക്കാം ഇന്നത്തെ നമ്മുടെ സങ്കടങ്ങളുടെ കാരണം. പിന്നെ മറ്റൊന്നുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ മഹത്തായ ഭാണ്ഡം നമ്മുടെ ചുമലിലുണ്ടേ. അത് ഭുജിക്കുവാനും അനുഭവിച്ച് തീർക്കുവാനുമാണ് ഈ ജന്മത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കഴിഞ്ഞ ജന്മത്ത് ഞാൻ വരുത്തി വെച്ച അധർമ്മങ്ങളുടെ പരിണിത ഫലം നഷ്ടങ്ങളായി എൻ്റെ ചുമലിൽ കിടക്കുമ്പോൾ അതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ വളരെയേറെ സാധാരണ പാപഫലമില്ലാത്ത ഒരു വ്യക്തിയേക്കാൾ കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടതായി വരും. കാരണം നമ്മൾ ഈശ്വരിയെ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ അമ്മയെ നൊന്ത് നിലവിളിച്ചാൽ, ഭഗവാനോട് കേണപേക്ഷിച്ചാൽ, ഭഗവാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് പൂർവ്വജന്മ പാപങ്ങളിൽ നിന്ന് നമ്മെ മുക്തരാക്കുവാനായിരിക്കും. ആ പാപഭാണ്ഡത്തിൻ്റെ തീവ്രതയും ഭാരവും ലഘൂകരിക്കാനായിരിക്കും സർവേശ്വരൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണിൽ കൊള്ളേണ്ടത് പലതും ഭഗവാൻ പുരികത്തേക്കാക്കി മാറ്റി നൽകാറുണ്ട് എന്ന് പൂർവികർ പറയുന്നു. നമ്മുടെ അനുഭവത്തിലും അത് വ്യക്തമാണ്. അത്ഭുതകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പലപ്പോഴും രക്ഷ നേടും. എല്ലാം നശിച്ചു എന്ന തോന്നൽ കൃത്യമായും വ്യക്തമായും ബോധ്യപ്പെടുമ്പോഴും അത്ഭുതകരമായി പുതിയൊരു തലത്തിലേക്ക് കുതിച്ചുയരുന്നു. തയ്യാറാവുകയില്ല എന്ന് ചിന്തിച്ച പലരും അപ്രതീക്ഷിതമായി സഹായഹസ്തം നമ്മുടെ നേരെ നീട്ടുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഉയരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുവാൻ പാടില്ലാത്ത പ്രവർത്തികളും ഞാനെന്നുള്ള ബോധവും, എനിക്കെന്തും ചെയ്യാം, എങ്ങനെയും പ്രവർത്തിക്കാമെന്ന ചിന്ത. ഒരു പക്ഷേ സമ്പത്ത് അമിതമായി കുമിഞ്ഞുകൂടുമ്പോൾ, അല്ലെങ്കിൽ ശാരീരികമായ ബലം അമിതമായി നമ്മിലേക്ക് എത്തുമ്പോൾ ഈ അഹങ്കാരം ക്രമത്തിലധികമായി വർദ്ധിക്കും. എപ്പോൾ ഒരാളിൽ അഹങ്കാരം ക്രമത്തിലധികമായി വർദ്ധിക്കുന്നു, ഓർത്തുകൊള്ളുക, അത് നമ്മുടെ സർവനാശത്തിനാണ്. എനിക്കെല്ലാം കഴിയും എന്നുള്ള ചിന്ത തകിടം മറിഞ്ഞ് ഒന്നുമില്ലാതാകുവാൻ, എന്നാൽ ഒന്നും കഴിയുകയില്ല എന്ന തലത്തിലേക്ക് എത്തുവാൻ അധിക കാലവും അധിക സമയവും ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാലുടൻ ഭഗവതിയും ഭഗവാനും എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള പിടിവാശി ആദ്യം ഉപേക്ഷിക്കുക. ഭഗവതി അവിടുത്തെ കൃപാകടാക്ഷം ലഭിക്കുവാൻ, അല്ലെങ്കിൽ ഭഗവാനെ അവിടുത്തെ കൃപാകടാക്ഷം ലഭിക്കുവാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. കാരണം പൂർവ്വജന്മാർജിതമായ പാപങ്ങളുടെ ഭാണ്ഡവുമായി ഞാൻ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് സർവേശ്വര, അവിടുത്തെ കൃപാകടാക്ഷത്താൽ അടിയന് കഴിയുന്നത്ര സംരക്ഷണം നൽകണം. മുജ്ജന്മാർജിത പാപഭാണ്ഡങ്ങളുടെ തീവ്രത കുറയ്ക്കണം. പിന്നെയോ സങ്കടത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തപ്പെടാതെ സർവേശ്വര, അല്ലെങ്കിൽ സർവേശ്വരി, എന്നെ പരിപാലിക്കണമേ എന്ന് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവനെയോ ദേവിയോ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കൂ. സങ്കടങ്ങൾ എത്തുമ്പോൾ മാത്രം എത്തപ്പെടേണ്ട സങ്കേതങ്ങളായി ക്ഷേത്രങ്ങളെയും, സന്താപങ്ങൾ എത്തപ്പെടുമ്പോൾ മാത്രം നാവിലൂടെ എത്തപ്പെടേണ്ട നാമങ്ങളായി ഈശ്വരനാമത്തെയും കാണരുത്. സർവ്വവിധമായ സുഖഭോഗങ്ങളിലും സമൃദ്ധിയിലും വസിക്കുമ്പോഴും ആ ഐശ്വര്യം നിലനിൽക്കുവാൻ സർവേശ്വരനെ ഒരു നേരം ഒരു 5 മിനിറ്റെങ്കിലും ഭജിച്ചുകൂടെ? മറ്റെല്ലാത്തിനും വേണ്ടി അനാവശ്യമായി എത്രയോ സമയം നമ്മൾ പാഴാക്കുന്നു. ഇത്തരത്തിൽ ഒരു സൽക്കർമ്മം ചെയ്താൽ നമ്മൾ ആ ഭഗവാന്റെ സംരക്ഷണ കവചത്തിലേക്കെത്തും. അപ്പോൾ കാലേ കൂട്ടിയുള്ള മുൻകരുതലുകൾ എടുക്കണം. സങ്കടം വരുമ്പോൾ മാത്രം ആശ്രയിക്കാതെ സർവ്വവിധമായ സുഖഭോഗങ്ങളും അനുഭവിക്കുമ്പോൾ, ഓജസ്സോടും തേജസ്സോടും കൂടി ജീവിക്കുമ്പോൾ തന്നെ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനും ഭഗവാന് പ്രിയങ്കരങ്ങളായ സൽപ്രവൃത്തികൾ, സാധുജന സേവനം തന്നാൽ കഴിയാവുന്ന രീതിയിലും ചെയ്താൽ തീർച്ചയായും ഈശ്വരനും ഈശ്വരിയും കൈവിടില്ല. കാരണം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തന്നെ ആശ്രയം കൊടുക്കുന്നവൻ ആരു അവൻ, മറ്റാർക്കും നൽകാത്ത ആശ്രയം കൊടുക്കുന്നവൻ. അങ്ങനെയെങ്കിൽ ഈശ്വരിയോ സർവ്വവിധമായ ആശ്രയത്തെയും കൊടുക്കുന്നവൻ. എത്ര ആളുകളെത്തിയാലും
ആർക്കൊക്കെ ആശ്രയം ആവശ്യമുണ്ടോ അവർക്കെല്ലാം അളവറ്റ ആശ്രയം കൊടുക്കുന്ന ചൈതന്യ സ്വരൂപിണിയല്ലേ ജഗദംബ. അതുകൊണ്ട് വിശ്വാസം വേണം. വിശ്വാസമാണ് ഏതൊന്നിൻ്റെയും അടിസ്ഥാന ഘടകം. വിശ്വാസമില്ലാതെ എൻ്റെ കാര്യം നടക്കണം, ഞാൻ വിചാരിച്ചാൽ ഉടനെ നടക്കണം എന്ന് ചിന്തിക്കുന്നത് ശൈശവ ബുദ്ധിയാണ്, ബാല്യബുദ്ധിയാണ്. അതിനെ ഉപേക്ഷിക്കൂ. പരിപൂർണമായ യുക്തിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ ഉത്തമമായ ഹൃദയശുദ്ധിയോടും അതിനപ്പുറം പരിപൂർണമായ ഭക്തിയോടും വിളിച്ചാൽ എത്തുക തന്നെ ചെയ്യും. എല്ലാ സങ്കടങ്ങളും പരിഹരിക്കും. ഈശ്വരനും ഈശ്വരിയുമല്ലേ. ഹരി.